ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ആൻസിസ്റ്റേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെയും ബ്ലെസ്സിങ്സ് ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാർഡ് എടുക്കാവേ. ഓട്ടം വന്നിരിക്കുന്നത് മൂവിന് ന്യൂ ഡയറക്ഷൻ, കണ്ടില്ലേ, ട്രാവലറാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീൽ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യാത്ര നടത്താവുന്നതാണ്. ഒറ്റയ്ക്കൊരു യാത്ര നടത്തുക, മനസ്സിലായി. നമ്മൾ കൂട്ടം കൂടിയുള്ള യാത്രകളേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് പ്രയോജനം ചെയ്യുന്നത്, യാത്രയെ കൊണ്ടൊരു പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൾക്കാരെയും പരിചയപ്പെടാൻ സാധിക്കും. അതുപോലെ പല ഭാഷകളും മനസ്സിലാവുന്നതാണ്. പല കാഴ്ചകളും നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ചില ഡിവൈനുമായിട്ടൊന്ന് കണക്ഷൻ വരും. ഏറ്റവും പ്രധാനം അതാണ്. അപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോയി നോക്കൂ. കൂട്ടം കൂടി പോകുന്നതിനേക്കാൾ എത്രയോ പ്രയോജനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. മൂവിനെ ന്യൂ ഡയറക്ഷൻ, പുതിയ ഡയറക്ഷനിലേക്ക്, പുതിയൊരു വഴിയിലേക്ക് നിങ്ങൾ ഇന്നൊന്ന് യാത്ര ചെയ്തു നോക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് പറയുന്നുണ്ട്. ഷീൽഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുഖംമൂടി. നിങ്ങളുടെ മുഖംമൂടി അഴിച്ചു വയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മുഖംമൂടി അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ, അതായത് നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രം നിങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും പകയും ഒക്കെ വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയോട് വളരെയധികം സന്തോഷത്തോടുകൂടി സന്തോഷം അഭിനയിച്ച് കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലായ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കണം. മുഖം മനസ്സിന്റെ കണ്ണാടിയല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ആരോട് ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല, മനസ്സിലായോ? മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ നിങ്ങൾ പെരുമാറാൻ പാടില്ല. മറ്റൊരു വികാരം മുഖത്ത് കൊണ്ടുവരാനും പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കൂ, സന്തോഷത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ട്രസ്റ്റ് ഇൻ ദ അൺനോൺ എന്നാണ് വന്നിരിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ദ അൺനോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളിൽ വിശ്വസിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളിൽ വിശ്വസിക്കണം, അതിലേക്ക് ഇറങ്ങി പുറപ്പെടണം. അതിലൂടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ, നമുക്കിപ്പോൾ ടാരോട്ട് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടാതിരുന്ന വർഷങ്ങൾക്ക് മുൻപ് അല്ലേ? മലയാളത്തിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞത് തന്നെ കേരളത്തിലൊക്കെ കേരളത്തിലെന്നല്ല, ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇത് പ്രചാരത്തിലായത് അടുത്ത കാലത്താണ് അല്ലെ? പണ്ടൊന്നും ഇത് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അറിയപ്പെടാത്ത ചില കാര്യങ്ങളിലേക്ക് അറിയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, അറിയാനും സാധിച്ചത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അറിയപ്പെടാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ്, നമുക്ക് ടാരോ കാർഡ്സ് ഒന്ന് എടുക്കാവേ. ക്ലാരിറ്റിക്ക് വേണ്ടി എടുക്കാൻ 9 ഓഫ് പെന്റക്കിൾസിന്റെ സഫലതയാണ്, സമ്പത്തിൻ്റെതായ സഫലത വന്നിരിക്കുന്നു. അതുപോലെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. പേടിയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് പേടി ഉണ്ടാവും, ഭയം ഉണ്ടാവും, അത് മാറ്റിവെക്കൂ. കാര്യം എന്താണ്? അറിയപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സൊന്ന് ദുർബലമാകും.
അപ്പോൾ അതിലൂടെ പേടി വരും അല്ലേ. അയ്യോ എനിക്കത് ലഭിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുമോ, അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കും. പക്ഷെ ആ പേടി നിങ്ങൾക്ക് ഇല്ലാതെയാവും. വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് ഒരു ഉയർച്ചയും വരാൻ പോകുന്നുണ്ട് എന്നുള്ള, അഭിവൃദ്ധി വരാൻ പോകുന്നു എന്നുള്ള, അതിൻ്റെതായ ഒരു സഫലതയിലേക്ക് പോകാൻ സാധിക്കുന്നു. പുതിയ ജോലിയിലേക്കോ പുതിയ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് ഒക്കെയും നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബ്രോക്കൺ ആരോയാണ്. ബ്രോക്കൺ ആരോ എന്ന് പറയുന്നത് എന്താണ്? എംബ്രേസ് ദ എനർജി ഓഫ് പീസ്. സമാധാനത്തിന്റെ എനർജിയെ എംബ്രേസ് ചെയ്യൂ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്താണ്, കലഹത്തിലൂടെ അല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പലർക്കും ഒരു സ്വഭാവമുണ്ട്, ചിലർക്കൊക്കെ, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വഴക്കിട്ടില്ല എങ്കിൽ, മറ്റുള്ളവരോടൊന്ന് ഫൈറ്റ് ചെയ്തില്ല, ഞാൻ വലിയ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഒരു ഉറക്കം കിട്ടുന്നില്ല. മനസ്സിലായി? നമ്മളിവിടെ എപ്പോഴും ശ്രമിക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്ഷമയെ നിങ്ങൾ ആഗിരണം ചെയ്യുക, ക്ഷമയെ നിങ്ങൾ എംബ്രേസ് ചെയ്യുക. ക്ഷമയാണ് നമ്മളുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യം. നമ്മൾ ദേഷ്യപ്പെട്ടോ ധൃതി പിടിച്ചോ ഒന്നും ഇരിക്കാൻ പാടില്ല, അവിടെയൊക്കെ നിങ്ങളുടെ എനർജി ഡൗൺ ആകും. അതുകൊണ്ട് അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കൂടുതൽ ഈ ഒരു എനർജിയെ വേണം എംബ്രേസ് ചെയ്യാൻ. ഇവിടെ പീസിനെ എംബ്രേസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സമാധാനം, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ നിങ്ങളാണ് ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ വിചാരിക്കണം, അത് എൻ്റെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തേണ്ടത് എൻ്റെ കടമയാണ്. മനസ്സിലായി? നിങ്ങളുടെ കടമകളെ നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ അത് കൊണ്ടുവരേണ്ടത്, അത് നിലനിർത്തേണ്ടത് നിങ്ങളുടേതായ ആവശ്യമാണ്. അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക, അത് കൊണ്ടുവരിക. അങ്ങനെ വേണം. അല്ലാതെ എല്ലാവരും കൂടെ കിടന്ന് ബഹളം വെച്ച് ഒരാളിനേക്കാൾ വലുതാണ് എന്നൊക്കെ ചിന്തിച്ച് പറഞ്ഞ് ജയിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പരസ്പരം എന്താണ് വിഷമം അനുഭവിക്കുക, ഒരു ശത്രുത നിലനിർത്തേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് അത് പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്ലാരിഫൈ ചെയ്യാവേ. കണ്ട, കടന്നു പോകാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഃഖങ്ങളെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. കണ്ട, ഇവിടെ വന്നിരിക്കും, നിങ്ങളുടെ മനസ്സിനെ ബന്ധിച്ചിരുന്ന പല സംഗതികളും ഇവിടെ അഴിഞ്ഞു പോകും, നിങ്ങളിലേക്ക് സ്നേഹം വരും. കണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ, നെഗറ്റീവായ എനർജികളിൽ. അപ്പൊ അങ്ങനെ ആ നെഗറ്റീവായ ഊർജത്തെ നിങ്ങൾക്ക് പൊട്ടിച്ചെറിയാൻ സാധിക്കും. എങ്ങനെ വന്നു കഴിഞ്ഞാലാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകും. ഇവിടെ എന്താണ് വിട്ടുപോവുകയാണ്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു രക്ഷ വരുന്നു, ജീവിതത്തിൽ ഒരു രക്ഷ വരുന്നുണ്ട്. ചിലപ്പോൾ അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല, നിങ്ങളുടെ മനസ്സിനെ തന്നെ നിങ്ങൾ ബന്ധനത്തിലാക്കി വെച്ചിരുന്നുണ്ട് എങ്കിൽ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതിന്റെ കെട്ടുപൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നു. അതുപോലെ സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് ഷേപ്സ് ഷിഫ്റ്റർ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോം ആൻഡ് അൺവീൽ യുവർ ഗിഫ്റ്റ്സ്. കണ്ടല്ലേ, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഗിഫ്റ്റാണ്? നിങ്ങൾക്ക് ഡിവൈൻ തന്നിട്ടുണ്ട്. ജന്മനാ നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് ദൈവികമായ എനർജി നിങ്ങളിലുണ്ട്. ദൈവം തന്നെ നിങ്ങൾക്ക് ജന്മനാ തന്നെ നിങ്ങൾക്ക് ചില കഴിവുകളുണ്ട്, ചില സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും തന്നെ ലഭിച്ചിട്ടുമുണ്ട്. ആ ഒരു സമ്മാനങ്ങളെ അറിയാൻ ശ്രമിക്കുക. എന്താണ് ഡിവൈൻ തന്നിട്ടുള്ള എനർജി? ദൈവികമായ എനർജി എന്നിൽ എന്താണുള്ളത്, അതിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള വിചാരം എല്ലായ്പ്പോഴും ഉണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ മാറ്റം വരുത്താൻ സാധിക്കും. ഇവിടെ കണ്ടില്ല, മൃഗങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്, മൃഗത്തെ പക്ഷിയൊക്കെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പാണ്, ഫോക്കസ് ചെയ്യുന്നതാണ്. ഇവിടെ എന്തിലെങ്കിലും ഒന്നിലോട്ടൊരു ഫോക്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേണമെന്നുള്ള ആഗ്രഹം, അതിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുക. വളരെയധികം കോൺസെൻട്രേഷൻ വേണം ചില കാര്യങ്ങളിൽ. ഇവിടെ സൈക്കിക് എബിലിറ്റി വേണം നിങ്ങൾക്ക്, ഇൻറ്റ്യൂഷൻ വേണം നിങ്ങൾക്ക്. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റാണിത്. ഇതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
നമുക്ക് ദൈവം എന്ത് കഴിവ് തന്നിട്ടുണ്ടോ അതിനെ പ്രയോജനപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും. പരാജയത്തിലേക്ക് കൂപ്പുകുത്തും നമ്മളുടെ ജീവിതം തീർച്ചയായിട്ടും. കാരണം എന്താണ്, ദൈവം ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്കൊരു സക്സസ് ലഭിക്കുന്നത്. ദൈവം നമ്മളോടൊപ്പം തന്നെ കാണും അതിനുവേണ്ടി നമുക്ക് സഹായത്തിനായിട്ട്. വന്നിരിക്കുന്നതാണ് ടു ഓഫ് സോളിന്റെ എനർജിയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ലക്ഷ്യമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. കോൺസെൻട്രേഷൻ എപ്പോഴും അത്യാവശ്യമാണ്. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ ഇവിടെ വേണ്ട. കാരണം നിങ്ങളിലേക്ക് എന്തും ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുവരൂ, അതിനെ വെളിപ്പെടുത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അല്ലാതെ ഇങ്ങനെ കണ്ണുകൾ മൂടിക്കെട്ടി സത്യത്തെ അറിയാതെ മുന്നോട്ട് പോകാൻ പാടില്ല. എങ്ങനെ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, അത് എൻ്റെ മജിഷ്യന്റെ എനർജിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് റിട്രീറ്റ് ആൻഡ് റീചാർജ് ആണ്. ഹെർമിറ്റ് മൂഡാണ്. കണ്ടല്ലേ, ഹെർമിറ്റിന്റെ എനർജി. ഹെർമിറ്റിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും സന്യാസിയുടെ തപസ്സാണ്. ഇവിടെ തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. മെഡിറ്റേഷൻ ചെയ്ത് ശ്വാസ നിയന്ത്രണം നടത്തുകയാണ്. ശ്വാസത്തിലൂടെയാണ്, ശ്വാസമാണല്ലോ നമ്മളെ നിലനിർത്തുന്നത്, അല്ലെ? ആ ശ്വാസത്തെ നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റാതെ പോകും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നമ്മുടെ ശ്വാസത്തെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യൂ. നമ്മുടെ ശ്വാസത്തെ നമ്മൾ അറിയൂ. നമ്മൾ ഒരു നിമിഷം നമ്മുടെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പിന്നെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ അറിയാൻ ശ്രമിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്യൂ. മൊബൈലിലൊക്കെ ചാർജ് ഇല്ലാതെ ആകുമ്പോൾ നിങ്ങൾ എന്താണ്, പ്ലഗ് കുത്തും, ചാർജ് ചെയ്യും വീണ്ടും, അല്ലെ? എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഉള്ളിലെ ശ്വാസത്തെ കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കൂ. കൂടുതലായിട്ട് എവിടെ ഉന്മേഷം കൊണ്ടുവരാൻ ശ്രമിക്കൂ. ആ ശ്വാസത്തെ നിങ്ങൾ അറിയാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ശ്വാസത്തെ അറിയാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല മുന്നോട്ട്. അപ്പൊ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള നിഷ്കളങ്കമായ പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇവിടെ കണ്ടില്ലേ? ഇവിടെ ചാരിയോട്ട് ഏത് കാര്യത്തിലും വാഹനം വാങ്ങിക്കണോ, അതുപോലെ ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങൾ ശ്വാസത്തെ അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവനെ നിലനിർത്തുന്നത് എന്താണോ അതിനെ നിങ്ങൾ അറിയണം. ഇതാണ് പറയുന്നത്. മനസ്സിലായോ? പലരും അത് അറിയാതെ ജീവിക്കുകയാണ്. തിന്നും കുടിച്ചും സന്തോഷിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ശ്വാസത്തെ അറിയുന്നില്ല. ശ്വാസത്തെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പൊ അങ്ങനെ ജീവിക്കുക. മുന്നോട്ട് ജീവിതത്തിൽ ഒരുപാട് സക്സസിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ? വിക്ടറി ആൻഡ് ഹാപ്പിനെസ് ആണ്, വിക്ടറി ആൻഡ് സക്സസ് ആണ് വരാൻ പോകുന്നത്. പരീക്ഷകളിൽ വിജയം, എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവിടെ സക്സസ് വരുന്നുണ്ട്. മറ്റു പല കാര്യങ്ങൾക്ക്, ഇന്റർവ്യൂസിൽ വിജയം, എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ ഒരു വിജയം, വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിലൊരു വിജയം, ലൈസൻസിന് വേണ്ടി നിങ്ങൾ ടെസ്റ്റ് എഴുതുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട്, വാഹനങ്ങളുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി. അപ്പൊ ഈ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ വേണമെന്ന മനോനിയന്ത്രണം വേണം. വിൽ പവർ കൂട്ടിക്കൊണ്ടുവരിക, പവർഫുൾ ആവണം. അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കണം. അല്ലാതെ വെറുതെ മടിപിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഒരു കാർഡ് കൂടെ എടുക്കാവേ. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഇൻട്യൂഷൻ വർദ്ധിക്കും. തീർച്ചയായിട്ടും നമുക്ക് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താണ്? ഇൻട്യൂഷൻ വർദ്ധിക്കും. ഇൻട്യൂഷൻ വർദ്ധിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഏത് ദിശയിലൂടെ പോകണം, നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. ഏത് ദിശയിലൂടെ പോകണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന എനർജിയാണ്. ഉള്ളിൽ നിന്ന് ആരോ പറയും, അതായത് ആ ഒരു ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിറയും.
അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു കിട്ടുന്നത്. ജീവിതത്തിൽ സക്സസ് വരുന്നതും അങ്ങനെയാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്, ഇൻഡ്യൂഷൻ്റെതായ എനർജി. നിങ്ങൾക്ക് നല്ലതുപോലെ ഇൻഡ്യൂട്ടീവ് ആകാനുള്ള കഴിവ്, സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജിയിലേക്കാണ് നിങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നല്ലത് ഏതാണ്, മോശം ഏതാണ്, ഇതുവരെ നിങ്ങൾ എല്ലാവരും പറയുന്നതൊക്കെ വിശ്വസിച്ച് അങ്ങ് മന്ദബുദ്ധിയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പൊട്ടത്തരം മനസ്സിലാകുന്നുണ്ട്. ഇനിയെങ്കിൽ നല്ല ബുദ്ധിയിലേക്ക് വരണം എന്നുള്ള ചിന്തയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യത്തിൽ സക്സസ് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ട്രേഡറാണ്. എക്സ്ചേഞ്ച് എനർജി ടു ക്രിയേറ്റ് അബണ്ടൻസ്. കണ്ടില്ലേ? വളരെ വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ അബണ്ടൻസിലേക്ക് പോകുക, അബണ്ടൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജിയെ സംഭരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കൈമാറ്റം ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ കളയൂ. ഇപ്പോൾ നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന നെഗറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള പകയോ വിദ്വേഷം അങ്ങനെയൊക്കെയുള്ള ചില അധമ വികാരങ്ങൾ ഉണ്ടായെങ്കിൽ, ദേഷ്യം, പേടി, എപ്പോഴും പേടിക്കുന്ന ഒരവസ്ഥ, ഞാൻ സക്സസ് ആവുമോ, എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് അത് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയെ പാടെ മാറ്റുക. മനസ്സിലായി? ആ ഒരു നെഗറ്റീവ് എനർജിയെ പാടെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ. എന്നിട്ട് നിങ്ങൾക്ക് അബണ്ടൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സമൃദ്ധിയെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എന്ത് തരത്തിലുള്ള സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സാമ്പത്തിക സമൃദ്ധിയായിരിക്കാം, സ്നേഹത്തിന്റെ സമൃദ്ധിയാവാം, പലതരത്തിലുള്ള സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ആണ്, സ്നേഹമാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്കൊരു മിസ്സിംഗ് എനർജി, നിങ്ങളെ ആരോ സ്നേഹിക്കുന്നു, അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആരൊക്കെയോ. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ 6 ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ലൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു. ഏതൊരു സക്സസ് ആണോ നിങ്ങൾ ഇവിടെ മാലയിട്ട് ആദരിക്കുന്ന ഒരു സക്സസിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഉയർന്ന ഒരു പദവിയിലേക്ക്, ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷൻ ആയിരിക്കാം, കരിയർ ലൈഫിൽ ഒരു സക്സസ് ആവാം, ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നുണ്ട്. മനസ്സിലായി? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 10 ഓഫ് വാൻസിന്റെ എനർജി, ഇതുവരെ നിങ്ങൾ വഹിച്ചുകൊണ്ട് നടന്ന ഭാരമേറിയ ആ ഒരു ജോലി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല എനർജീസിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. കാർഡ്സ് കൂടെ നോക്കാവേ. ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിന്റെ ഒക്കെ മെസ്സേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മാറ്റിവെക്കുന്ന കാര്യം പറഞ്ഞ് ഇവിടെ ബർഡൻ ആണ് കണ്ടിരിക്കുന്നത്. കണ്ടില്ല? നിങ്ങൾ ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്. അത് ഈ ഭാരമൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചുമക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല. പലപ്പോഴും നിങ്ങൾ ഭാരം ചുമക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. എന്തിനാ? മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി. പക്ഷെ അത് ലഭിക്കുമോ? ഇല്ല. നിങ്ങൾ ഭാരം ചുമന്ന് നിങ്ങളുടെ തോളൊടിയും. സ്നേഹമൊട്ട് ലഭിക്കുമോ? അതുമില്ല. അവസാനം കുറ്റക്കാരാവുകയും ചെയ്യും. അല്ല, കുറ്റാരോപണമാണ് അവസാനം കിട്ടുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരികയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ മാസ്റ്റർ ആവാൻ ശ്രമിക്കൂ, മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവാൻ ശ്രമിക്കൂ. നിങ്ങളെ മറ്റുള്ളവർ ഒരു മാസ്റ്ററായി കരുതുന്ന എനർജിയിലേക്ക് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഇതാണ് നിങ്ങൾക്ക് റിസപ്റ്റിവിറ്റിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. സ്വീകരിക്കാൻ പല കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് ചക്രാസ് ആക്റ്റീവ് ആകുന്ന എനർജിയാണ്, പരിശുദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെയോ ഷെയറിംഗ് ആണ്. മറ്റുള്ളവർ കൂടി കൊടുത്ത് സഹായിക്കൂ, മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ പറ്റുന്ന അത്രയും സഹായിക്കൂ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ മറ്റുള്ളവരോട്, സ്നേഹമുള്ളവരോട് പറയാവുന്നതാണ്. അതെല്ലാം കഴിക്കുന്ന സാധനങ്ങളായാലും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതിന് ബൈക്കിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈക്കിൽ വന്നിരിക്കുന്നത് വി ആർ ദ വേൾഡ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒന്നാണ്. അങ്ങനെ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ
നമുക്ക് മുന്നോട്ട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലൊക്കെ കാണുന്നത് വരേക്കും ബൈ.